തൊട്ടതിൻ്റെയൊക്കെ പിന്നാലെ നമുക്ക് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫിഖ്ഹിന്റെ മസല വിശദീകരിച്ചു, നല്ല കാര്യമല്ലേ, 100% നല്ല കാര്യമാണ്. ഖൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്താ? അള്ളാഹു ഖൽബിൽ ഇല്ലെങ്കിൽ നിനക്ക് ഉളൂന്റെ മസല അറിഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹു ഖൽബിൽ ഇല്ലെങ്കിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു ഖൽബിൽ ഇല്ലെങ്കിൽ നീ നോമ്പ് നോറ്റിട്ട് എന്താണ് കാര്യം? അള്ളാഹു ഖൽബിൽ ഉണ്ടെങ്കിൽ നീ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നഷ്ടം? അള്ളാഹു ഖൽബിൽ ഇല്ലെങ്കിൽ നീ സുന്നത്തെ നോമ്പോറ്റില്ല, സുന്നത്ത് നോമ്പേ നോറ്റില്ല, എന്താണ് നഷ്ടം? എന്താ നഷ്ടം? സുന്നത്ത് നോമ്പ് നോൽക്കാത്തവരെ അള്ളാഹ് പിടികൂടുവോ? എന്നാലും ഇപ്പൊ വ്യാഴാഴ്ച സുന്നത്ത് ഒരാൾ നോറ്റില്ല, അള്ളാഹു പിടികൂടും? ഭൂമിയിലെ 155 കോടി മുസ്ലിമീങ്ങളും, ഭൂമിയിലെ 155 200 ഇടയിലുള്ള കോടിയാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയപ്പെടുന്നു. ആ മുസ്ലിമീങ്ങൾ സുന്നത്ത് നോമ്പ് പറ്റണം നിർത്തി, എന്നാൽ അള്ളാഹു പിടികൂടും? അതാ പറക്കോ? നിങ്ങൾക്ക് വല്ല സുഖടുണ്ടോ? അതാ പറക്കോ? എന്താ പറയാത്ത? ഇല്ലടോ, എന്താ ഒക്കെ പറഞ്ഞു ഇല്ല. എന്തുകൊണ്ട്? സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഇല്ല. എന്താ ഒരാൾ സുന്നത്ത് സ്കെച്ചില്ല എന്നിട്ട് എന്ത് കൂലി കുറയും? അതല്ലുള്ളൂ. ഖൽബിൽ ആരുണ്ടായിരിക്കവേ അല്ലാഹ്. നമ്മൾക്ക് സംഭവിച്ച ദുരന്തം അല്ലാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് വന്ന അമാന്തമാണ്. അതിൽ വലിയ ദുരന്തം മാപ്പിള മുസ്ലിമീങ്ങൾക്ക് പറ്റിപ്പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖൽബിലുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ശത്രുക്കളെ പറ്റി നമ്മൾ പറയേയില്ല. ഇന്ന് 4 മുസ്ലിമീങ്ങൾ കൂടിയാൽ പറയുന്ന വാക്ക് അവരങ്ങനെ ശക്തിയാണ്, ഇവരിങ്ങനെ ശക്തിയാണ്. അവർ ശക്തിയാണ് നിനക്കെന്താ? നിനക്ക് ഏറ്റവും ദുൽ ഖുവ്വത്തിൽ മതീനായ ആരുണ്ട്? അല്ലാഹുണ്ട്. ദുൽ ഖുവ്വത്തിൽ മതീനായ റബ്ബ് നിനക്കുണ്ട്. നീ എന്തിനു പഠിക്കുന്നു? റബ്ബി ജല്ലല്ലാഹ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന യുസല്ലൂന ഇന്നമൽ മുഅ്മിനൂന അല്ലദീന യസൂമൂന. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആയത്ത് അറിയടാ, കുറെ കാലമല്ല ഇവിടെ കൂടുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, കണ്ടോൽക്കൊക്കെ സദഖ കൊടുക്കുന്നവരുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, യതീംഖാനയിൽ അരി കൊടുക്കുന്നവർ. അങ്ങനെ പറഞ്ഞങ്ങന്മാരെ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, മൂല്യന്മാർക്ക് കൈമടക്ക് കൊടുക്കുന്നവർ. അങ്ങനെയാ പറയണ ചങ്ങായിമാരെ. ആരാ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും? അവരെ ഖൽബ് അങ്ങോട്ട് പൊട്ടും. അല്ലാഹ് എന്നാണ് പറഞ്ഞ ഖൽബ് പൊട്ടും. അല്ലാഹ് ഖൽബ് പൊട്ടും. ഹൃദയം അങ്ങോട്ട് എന്താ പറയാ, ഹൃദയം ത്രസിക്കും, അതങ്ങോട്ട് വികസിക്കും. ഖൽബുൽ മുഅ്മിനി അർശു ലൻ തസഅനി അർളി വലാ സമാഇ വലാകിൻ യസഉനി ഖൽബു അബ്ദി. ഇന്നലെയും ഞാൻ ഹദീസ് കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? ലൻ തസഅനി അർളി വലാ സമാഇ, ആകാശവും ഭൂമിയും എനിക്ക് പാർക്കാൻ മതിയാവുകയില്ല. വലാകിൻ യസഉനി ഖൽബു അബ്ദി, എൻ്റെ അടിമയുടെ ഹൃദയം എനിക്ക് മതിയാവും. അല്ലാഹു നമ്മളെ ഹൃദയം അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹൃദയം നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ലൻ തസഅനി അർളി വലാ സമാഇ വലാകിൻ യസഉനി ഖൽബു അബ്ദി, ആകാശവും ഭൂമിയും എനിക്ക് പാർക്കാൻ മതിയാവില്ല. വലാകിൻ യസഉനി ഖൽബു അബ്ദി, എൻ്റെ അടിമയുടെ ഹൃദയം എനിക്ക് മതിയാവും. ആ അടിമയുടെ ഹൃദയത്തിൽ അള്ളാഹ് കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളെന്ന് ഇന്നമാന്റെ അർത്ഥം എന്താ? തങ്ങളെ ഇന്നമ എന്ന് പറഞ്ഞാൽ തുരീഖുൽ ഹസ്റാണ് അല്ലേ? അപ്പൊ ഇന്നമ മാത്രം എന്ന ആശയത്തെ കൊണ്ടുവരും. അപ്പുറത്തം നോക്കി ഇന്നമ ആയിരിക്കണം. നാടന്മാർക്ക് അറിഞ്ഞോളുന്നില്ല, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കി ഇന്നമൽ മുഅ്മിനൂൻ. അപ്പൊ ഇന്നമ എന്ന് പറഞ്ഞാൽ അവസാനം ആ വാക്കിൽ ആ പദം അവസാനിക്കുമ്പോൾ, മനസ്സിലായില്ലേ? അത് അവസാനിക്കുമ്പോൾ, ആ പ്രയോഗം അവസാനിക്കുമ്പോൾ മാത്രം എന്ന ആശയം ടോട്ടലിൽ കൊണ്ടുവരും. അപ്പൊ എന്താ? ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ, അല്ലദീന ഒരു വിഭാഗം മാത്രമാണ്.
മൂന്നാമത്തെ വിഭാഗം ഇല്ല. ഇന്നമൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ പറയും കുട്ടി. അൽ മുഅ്മിനു ഇന്നമൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ. അവസാനത്തിൽ അനി മാത്രം എന്ന ആശയം കൊടുക്കുന്നുണ്ട്. അതാണല്ലോ ഇന്നമ. പറയും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, ഒരു വിഭാഗം മാത്രമാണ്. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് കേട്ടാൽ ഒരു സ്വഭാവം മാറും. കൽബാണ്ട് കൊണ്ടരും, ഒരു ഹൃദയം കൊണ്ട് പൊട്ടും. അല്ലാഹു കൂട്ടത്തെ നമ്മൾ പെടുത്തട്ടെ. നമുക്കൊരു പ്രശ്നമില്ല, അത് നമുക്കൊരു വിഷയമല്ല. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയില്ല, മനസ്സിലാക്കാൻ കഴിയൂല. മനസ്സിലാക്കാൻ കഴിയൂല എന്ന് മനസ്സിലാക്കണല്ലോ. അതാണ് മാരിഫത്ത്. മനസ്സിലായില്ലേ? ഒന്നും പ്രശ്നമില്ല. ഭാഗ്യം തെറ്റി അല്ലാഹു ഓർക്കും. വാക്ക് സ്വഹിയായ തജ്വീദാണ്, കൃത്യമായ തജ്വീദാണ്. കൽബിലാരില്ല, അല്ലാഹുവില്ല. എന്താ കാര്യം? തജ്വീദൊക്കെ കേളിയാണ്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ദുബായിൽ നിന്ന് അവാർഡ് വാങ്ങിയിട്ട് താങ്ങിപ്പിടിച്ച അവാർഡ് എടുത്തിട്ട് കുഴങ്ങിപ്പോയി. അങ്ങനെ വന്നതാ. കൽബിലാരില്ല. എന്താ കാര്യം? ഇവനെ പോലത്തെ അമുക്കുകൾ യോഗം കൂടിയിട്ട് ഇവൻ്റെ തോളിൽ കൂടെ ഒരു പരിക്കമുണ്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് പറയും? ഞങ്ങൾ പൊന്നാടാണ് അണിയിച്ചു. എന്നാൽ പൊന്നോട്ട് കിട്ടില്ല. ഇക്കാലം വരെ ഒരാളെയും പൊന്നുകൊണ്ട് പൊന്നാട അണിയിച്ചിട്ടില്ല. 15 ഉറുപ്പ്യൻ്റെ തോർത്തമുണ്ടല്ലാതെ ഇക്കൊല്ലം കാലം വരെ ഒരാളെ തോളിലിട്ട് കൊടുത്തിട്ടില്ല. പറയും എന്ത്? പൊന്നാട അണിയിച്ചു. ഇവനെ പോലത്തെ അമുക്കുകളാണ് അറിയിക്കാനും പറ്റില്ല. അവന്റെ ജയിത്താണ് കൂടി ഇവന്റെ തോളിക്ക് കയറി എന്നല്ലാതെ ഒരു കാര്യമില്ല. തൊട്ട ചെയ്താൻ കയറും. അല്ലാഹു കാക്കട്ടെ. അത് വേറൊരു വിഷയം, പിന്നെ പറയാം. ചിലര് തൊട്ട ചെയ്താൻ കയറും, അങ്ങനെയുണ്ട്. പിന്നെ പറയാം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളെല്ലാരും അപ്പൊ നമ്മൾക്ക് വലിയ ദുരന്തം സംഭവിച്ചു. അള്ളാഹ് മനസ്സിലാക്കിയാൽ ഇന്നൊന്നുറങ്ങൂല, നാളെ ഉറങ്ങൂല, മറ്റന്നാ ഉറങ്ങൂല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ദിവസം വരാൻ പോണത്. ലൈലത്തുൽ ഖദറിന് ഉറങ്ങൂല. എന്ത്? അള്ളാഹു ഖുർആൻ ഇറക്കിയ ദിവസമാണ്. ഖുർആന്റെ തൻസീല് 2-ാം നമ്പറാന്ന് ഞാനിവിടെ പറഞ്ഞതിന് കയ്യും കണക്കൂല്ല. പറഞ്ഞിട്ടില്ലേ? ഖുർആന്റെ തൻസീല് 2-ാം നമ്പറാ. 1-ാം നമ്പർ തുലൂഉ മുഹമ്മദാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. 1 തുലൂഉ മുഹമ്മദാണ്. 2 നുസൂലുൽ ഖുർആനാണ്. ആയത്തന്നെ അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ വ്യാഖ്യാനം എന്തിനാ പറയുന്നത്? ആയത്തന്നെ അങ്ങനെയാണ്. ഏത് വ്യാഖ്യാനം മൂല്യരെ? ആയത്താണടാ. ആയത്ത് തന്നെ ഖുർആനെ 2-ാമതാ പറഞ്ഞു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ ഖുർആൻ കൊണ്ട് ഖുർആൻ നിനക്കാണ് കിട്ടിയ നേരെ കഥകൾ പോകും. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. എന്ത് പറഞ്ഞേ? എവിടെ ആയത്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം. ലിതുബയ്യിന ലിന്നാസ്. ഓർമ്മണ്ടോ? മുസാഫിർക്ക് നോക്ക്, പെട്ടെന്ന് നോക്ക്. ലിതുബയ്യിന ലിന്നാസ്. ലിതുബയ്യിന അവിടെ തന്നെ മുന്നിലിരുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി, മാ നുസില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ട വചനങ്ങളെ. ഇങ്ങോട്ടൊക്കെ കണ്ണ് തെറ്റണ്ട, അത് വെള്ളാണ്. ഇനി ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. ഇത് വെള്ള നോക്കണമെങ്കിൽ ഒന്നും കൂടി നോക്കണം. നീ ഒരാൾ വെള്ളം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ നോക്കണ്ട. എത്ര നല്ല കുട്ടി. അല്ലാഹു എല്ലാ ആയത്തും 1 മിനിറ്റ് കൊണ്ട് എടുത്ത് തരാനുള്ള നല്ല കുട്ടിയാക്കി തരട്ടെ. 44 നഹ്ൽ. നല്ല കുട്ടിയാണ്. അൻസൽനാ ഇലൈക ദിക്റ, അങ്ങേക്ക് ഞാൻ ഖുർആൻ ഇറക്കി തന്നു. ലിതുബയ്യിന. അൻസൽനാ ഇലൈക്കും എന്നല്ല, നിങ്ങൾക്കല്ല, നബിക്ക്. അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ ഇറക്കിയതിനല്ല, ഖുർആൻ ഇറക്കിയത് നബിക്ക്. കുന്തും അർത്ഥം വെക്കി. ഓരോരുത്തർ കണ്ണു വീഴ്ചാണ്. എന്തൊക്കെ ആണ് ഇയാൾ പറയുന്നത്? ഇയാളെ ക്ലാസ്സിന് പോയാൽ ഉള്ള ഈമാനും പോയാൽ എങ്ങനെ വേരളക്കണോ? ക്ലാസ്സിന് വരേണ്ടട എന്നായി വേറൊളകണോ? എന്നിട്ട് ക്ലാസ്സിന് എന്തേലും കേൾക്കുമ്പോഴത്തേന് വേറൊളകണോ ഇവിടെ വരരുത്. നിങ്ങൾക്ക് പറ്റ വേറും കുടലും കൂടി ഇറങ്ങിപ്പോയാലോ? ഞമ്മക്കുള്ള ഖുർആൻ ഇറക്കി തന്നില്ല. ഖുർആൻ ഇറക്കി തന്നത് റസൂലുള്ളാഹിക്ക. പിന്നെയാണ് നമുക്ക് നബി വഴി ഇറക്കിയതാ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ വഇൻ കുൻതും. നിങ്ങളാണെങ്കിൽ
ഫീ റൈബിൻ സംശയത്തിലാണ്. മിമ്മാൻ നസ്സൽന നാം ഇറക്കിയതിൽ അലാബിദിൻ എന്റെ ആബിദിനെ ഞാൻ ഇറക്കിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വേറെ ആബിദ് വേറെ ഇറക്കിയതായിരിക്കാം. ഇത് മലയാളത്തിൽ തന്നെ അറബിന്റെ ഗ്രാമർ നോക്കണ്ട. വൈൻ കുന്തും എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? വൈൻ കുന്തും നിങ്ങളാണെങ്കിൽ ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ മെയിൻ കുന്തും കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അതായത് മാ സിവ മുഹമ്മദ് അല്ലാത്തവരൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ മിമ്മാൻ നസ്സൽന നാം ഇറക്കിയതിൽ അലാബിദിന എന്റെ ദാസന് അതാരാ? മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഹമ്മദ് മുസ്തഫക്ക് ഞാൻ കൊടുത്തില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയയുടെ പണി നോക്കിയിട്ട് ഫഹ്തുബി സൂറത്തി മിത്രി, നിങ്ങൾ പിന്നെ വേറെ സൂറത്ത് നോക്കിക്കോളി, ഇവിടെ കൂടണ്ടാണ് അല്ലേ ഇതിന്റെ അർത്ഥം. മാമൂന്റെ അവിടെയും കല്യാണമുണ്ട്, കോമൂന്റെ അവിടെയും കല്യാണമുണ്ട്. മാമൂന്റെ ചോറിന് ഇരിക്കണോ, ചോറിന് കുറ്റം പറയുകയാണെങ്കിൽ എന്താണ് മറ്റോ പെരക്കാരൻ പറയേണ്ടത്? എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോമൂന്റെ അവിടെ പോയിക്കോ, ഈ ചോറ് എനിക്ക് പറ്റൂല. അർത്ഥം വെക്കടാ. നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ലേ, നിങ്ങൾക്ക് മലയാളം തിരിയാതെയോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫഹ്തുബി സൂറത്തിന് മിസ്രി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ മയന അയ്യ എത്ര വലിപ്പുണ്ടല്ലോ എന്റെ മയന എന്താ? നിങ്ങൾക്ക് ഈ സൂറത്ത് പറ്റൂല എന്നല്ലട അങ്ങായി എന്റെ മയന. ഇത് വേറെ സൂറത്ത് നോക്കിക്കോന്നല്ലേ എന്റെ മയന. നിങ്ങൾക്ക് ഇന്നെ പറ്റൂലെങ്കിൽ നിങ്ങൾ വേറെ പെണ്ണെട്ടിക്കോളിങ് ആക്കാറാണ് എന്റെ മയന. എന്താ നിങ്ങൾ ഇന്നിപ്പോ തന്നെ കടന്നു തുടങ്ങിയ എവിടുന്ന് പേരൊക്കെ വരുന്നത്? ഒയും കുന്തും വേറെ ചെന്നൈ എത്ര കാലായി മാമു തിന്നാനല്ലട തല എന്നിട്ടുള്ളത്. തല എന്ന് പറഞ്ഞാൽ മാമു തിന്ന ഓഫീസാന്ന് വിചാരിക്കണ്ട. അങ്ങനെ തൊള്ളിയിലൊക്കെ കുഴച്ചിട്ട് മുണങ്ങാനുള്ള ഒരു ഓഫീസാണ് തല എന്ന് മനസ്സിലാക്കണ്ട. തല വെച്ച് ചിന്തിക്ക്. ഒയും കുന്തും നിങ്ങളാണ്. നിങ്ങൾ ആരാനാ? മാസിവ മുഹമ്മദ് അല്ല മൻസിവ മുഹമ്മദ് അല്ലാത്തവരൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ മിമ്മാൻ നസ്സൽന ഞാൻ ഇറക്കി കൊടുത്തതിൽ അലാബിദിന നിന്റെ ആക്ക് അതായ കൊടുത്താണ്. ഫഹ്തുബി സൂറത്തിൽ നിങ്ങൾക്ക് ഈ ഖുർആൻ വേണ്ട, നിങ്ങൾ വേറെ ഖുർആൻ നോക്കിക്കോളിയെന്ന്. നിങ്ങൾ ഈ ആളെ ഖദർ മനസ്സിലാക്കിയാൽ മാത്രം ഇത് പിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യന്റെ ഖദറാണ്. നിങ്ങൾ ലൈലത്തുൽ ഖദറിൽ ഉറങ്ങൂലല്ലോ. നിങ്ങളത്തെ വലിപ്പുണ്ട് എങ്ങന്മാരെ ലൈലത്തുൽ ഖദർ ഇതല്ലേ വലിയൊരു എന്താ വലിയ കാര്യം? ഞാനല്ലേ പറയണത്, നിങ്ങൾ ഇങ്ങനെ മറക്കണ്. ഞാനാണ് പറയുന്നത് ലൈലത്തുൽ ഖദർ ഈ ആയത്തിന് അടിച്ചില്ലാണ്ടെന്ന് പറയല്ലോ. അതിൻ്റെ അർത്ഥം ഒന്നിനു പറ്റൂല എന്നല്ല, ഇതിന്റെ ഷറഫൈനില്ല. കാരണം ഒന്നാമത്തെ വിഷയം തുലൂ മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫ അല്ലാതെ ഖുർആൻ കിട്ടിയാൽ എല്ലാവരും നരകത്ത് കിടക്കും. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മാനുസിലെയും അവർക്ക് ഇറക്കപ്പെട്ടത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. എന്തേ അവർക്ക് വിശദീകരിച്ചു? അവരൊക്കെ വലിയ വലിയ സാഹിത്യപ്പെടുക്കളല്ലേ. ഈ മനുഷ്യനും മദ്രസയ്ക്കോട്ട് പോയിട്ടില്ല. ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല, അങ്ങനെ പാട്ടുണ്ടല്ലോ. എന്തേ ബാബിലമ്മയില്ല, ഓത്തൂല്ല. ഈ മനുഷ്യന് അവിടെ ഇവിടെയും വല്ല ബാർപ്പുറത്ത് പോയി കുത്തിറക്കും. എന്നിട്ട് ആ മനുഷ്യനെ ഞാൻ ഇറക്കി കൊടുത്തു. നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. വല്ലക്കാരാ സാഹിത്യ സമ്രാട്ടുകൾ. എന്തേ നിങ്ങളൊന്നും ഒന്നിനും പറ്റൂല, ആളെ പറ്റുള്ളൂ. ആളെ ഞാൻ തിരഞ്ഞെടുത്തു, അതാ മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ വലിപ്പത്തരം മനസ്സിലാക്കാത്തവർക്ക് ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഒരു കുന്തമല്ല. ഹദീസ് റസൂലുള്ളാഹി മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ ഒരു ഹർഫ് ഖുർആൻ ഓതിയില്ല, എന്നാൽ മുഹമ്മദ് എന്ന വാക്കുച്ചരിച്ചു, സ്വർഗത്തിലോ നരകത്തിലോ മുഹമ്മദിൽ ഈമാൻ കൊണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നില്ല, ഈമാൻ കൊണ്ടു. അല്ലാഹു എന്നും പറഞ്ഞു, അള്ളാഹിനെ എനിക്ക് വിശ്വാസമാണ്, മുഹമ്മദ് മുസ്തഫാനെ വിശ്വാസമാണ്, അവിടുന്ന് കൊണ്ടുവന്നതൊക്കെ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. ഖുർആൻ വരെ പറഞ്ഞില്ല, മരിച്ചു. സ്വർഗം നരകോ? സ്വർഗം. ഒരാൾ ജനിച്ച അന്ന് മുതൽ മരിക്കണവരെ ഖുർആൻ 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 എന്ന് പറഞ്ഞു. ഒറ്റ മുഹമ്മദ് എന്ന് പറഞ്ഞില്ല. സ്വർഗത്തിലോ നരകത്തിലോ? ആരാത്തില്? നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു? ആരാ മുഹമ്മദ് മനസ്സിലാക്കി? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കിയോനെ അത് വലുതാണ്. അത് മനസ്സിലാക്കാതെ നമസ്കാരം നോമ്പോന്ന് പറഞ്ഞ അങ്ങനെ ഫുറൂയാത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചോ? ഇസ്ലാമിന്റെ ബുക്ക് തിരഞ്ഞിട്ട് ഈമാനെ കണ്ടെത്തണ്ട. നിസ്കാരത്തിന്റെ അധ്യായത്തിൽ നോക്കിയിട്ട് ഈമാന്റെ മസല കണ്ടെടുക്കണ്ട. ഈമാന്റെ ബുക്കില്ല. ഈമാന്റെ ബുക്ക് എന്റെ ദില്ലാണ് ഈമാന്റെ ബുക്ക്. ഇവിടെ തുറക്ക്. ഈമാന്റെ ബുക്കില്ലടാ, ഇസ്ലാമിന്റെ ബുക്കുള്ളൂ. ഈമാന്റെ ബുക്കില്ല. ഈമാന്റെ ബുക്ക് അബ്കത്തിൽ.
കൊടുക്കണവരെ തേച്ച് നിസ്കരിക്കലാന്ന് അറിഞ്ഞൂടെ? പോന്തായാളെ നമ്മൾ പതിനൊരുങ്ങി ആൾക്കല്ലേ? നിങ്ങൾക്ക് എന്റെ ഏറ്റവും ഇഷ്ടം നിങ്ങളെ മുഖത്തേക്ക് നോക്കന്നെ. മനസ്സിലായോ പറഞ്ഞത്? ആലിമിന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. ഏത് ആലിം? അൽ ആലിമു ബി മുഹമ്മദിൻ ബില്ലാഹി വബി മുഹമ്മദിൻ ബില്ലാഹി വബി റസൂലി. അള്ളാഹുവിനെ റസൂലിനെ ഉൾക്കൊണ്ട ആലിമിന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. അല്ലാതെ നേരം വിട്ടാല് തോൾ വലിയൊരു 5 മീറ്ററിന്റെ തോളും മുണ്ടൂട്ടാണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് പോകുന്ന മക്കത്തിന്റെ അകലുകാരനെ പറ്റിയല്ല പറഞ്ഞ്. ആ ജാതി റിയൽ എസ്റ്റേറ്റുകാരായ മൂല്യന്മാർ പള്ളർച്ചുള്ള നാടാണ്. മൂല്യന്മാർ കൂടിയിട്ടാണ് നമ്മൾ കുടുങ്ങിയത്, കുറഞ്ഞിട്ടില്ല. ആലിമിന്റെ മുഖത്ത് അള്ളാഹുവിനെ റസൂലിനെയും ഉൾക്കൊണ്ട ആലിമിന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ്. കഅബയിലേക്ക് നോക്കൽ, ഉമ്മാന്റെ ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കൽ മക്കൾക്ക് ഇബാദത്താണ്. ആലിമിന്റെ മുഖത്തേക്ക് നോക്കൽ പുരുഷന്മാർക്ക് ഇബാദത്താണ്. ആലിമത്തിന്റെ മുഖത്തേക്ക് നോക്കൽ പെണ്ണുങ്ങൾക്ക് ഇബാദത്താണ്. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. എന്തില്ല ആലിമാകണം? എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ്. തിരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഫോട്ടോ സ്റ്റാറ്റാണ്. ഒന്നും തിരിയില്ല. അവസാനം ആകുമ്പോൾ ഫോട്ടോ സ്റ്റാറ്റിന്ന് 100ാമത്തെ കോടിയുടെ ഫോട്ടോ സ്റ്റാറ്റാണെങ്കിൽ വലിയ ബേരിയും കുറിയൊന്നും ഉണ്ടാവില്ല. എന്നാലും എന്താണല്ലോ ഫോട്ടോ സ്റ്റാറ്റ്, അതിന്റെ ഫോട്ടോ സ്റ്റാറ്റാണല്ലോ. എന്നാലും അൽഹംദുലില്ലാ മതി. മുഹമ്മദ് മുസ്തഫാന്റെ ഇതാണ് സിദ്ദീഖുൽ അക്ബർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? അന്നളുരി ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നിങ്ങളെ മുഖത്തേക്ക് നോക്കുക. ഇതന്നെ മൗലിദ്. എന്തേ മൗലിദ്? മൗലിദ് എന്താ? മൗലിദ് എന്നാണ് റസൂലുള്ളാഹിന്റെ ഭംഗിയും റസൂലുള്ളാഹിന്റെ സ്വഭാവം വിശദീകരിക്കുക. അപ്പൊ ആ മൗലിദ് കഴിയുമ്പോഴത്തിന് മനുഷ്യന്റെ കൽബിൽ ആര് വരും? റസൂലുള്ളാഹി വരും. റഅയ്തു ലൈല റജുലൻ ഹസനൽ വജ്ഹി ത്വയ്യിബർ റായിഹതി അസജൽ ഹജ്ബൈനി. ഞാൻ ഏത് മജ്ലിസിലുണ്ടെങ്കിലും എല്ലാവർക്കും ഞാൻ സ്വലാത്ത് ലഭിക്കാറുണ്ട്. ചെല്ലി കാരണം ഇതൊക്കെ ആരെ സിഫത്താണ്? ഇതാരാ പറയുന്നത്? ഒരു ജൂതൻ. ജൂതം എന്ന് പറയാണ്. ഒരു ജൂതം വന്ന് പറയുന്നത് ഒരു ജൂതൻ ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് വന്ന് കെലിമയില്ലേ. അപ്പൊ ചോദിച്ചു എന്തിങ്ങൾക്ക് ഒറ്റ? അപ്പോൾ പറഞ്ഞു سجل الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المندق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين فقلت لا إله إلا الله محمد رسول الله ففتح يدي وعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك قال أنت متوضأ قال صاحب الحكاية فبينما يحدثني وإذا بالباب يطرق وقائل يقول إن كنت أنت رضيت يوما باللقاء زال الجفا عنا وقد زال الشقاء. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹബീബ് കൽബിൽ നിറയല. അള്ളാനെ നിറക്കാൻ നിനക്ക് കഴിയില്ല. കുല്ലുമാഹ നല്ല ഉഷാറിലിരുന്നാലേ പറഞ്ഞു തരുള്ളൂ. ഇത് ഞാൻ എൻ്റെ റബ്ബിനിക്ക് വെറുതെ തന്ന നാവാന്ന് നിങ്ങൾ വിചാരിക്കണ്ടേട്ടാ. ഈ നാവ് ഒരു വെറുതെയുള്ള നാവാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ നാവ് 258ാമത്തെ ക്ലാസ്സിൽ റബ്ബിനെ പരിചയപ്പെടുത്തിയ നാവാ. ഞാൻ ആരാണെങ്കിലും ആ നാവിൽ അല്ലാഹു തആല ഇത് ഇറക്കി തന്നിട്ടുണ്ട്. റബ്ബിന്റെ തൗഫീഖിനാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, അന്നൊന്നും വിശ്വസിക്കുന്ന ആളാണ്. ഇത് ഈ ലോകത്തെ അത്ഭുതമാണെന്ന് ഒന്നിനും പറ്റാത്തവനായ എന്നെ കൊണ്ട് 258ാമത്തെ ക്ലാസ്സിൽ അല്ലാഹു ഇറക്കി എന്നതാണ്, പ്രസംഗിപ്പിച്ചു എന്നുള്ളതാണ്, അള്ളാഹിനെ പറ്റി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ അത്ഭുതം. എന്തുകൊണ്ട്? ഞാനേ യോഗ്യനല്ല, പിന്നെ യോഗ്യനല്ലാത്തവനെയും യോഗ്യനാക്കിയവനാണ് ആര്? എന്തേ നമ്മൾ പറഞ്ഞു വെച്ചേ? പറഞ്ഞല്ലോ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടും. ഇപ്പൊ തന്നെ കിട്ടൂലെങ്കിൽ വേറെ
ഇടാവുള്ളൂ. നല്ല ഉഷാറിലാണോ അല്ലേ? പറ ഇങ്ങോട്ട് നോക്ക്. ഞാനാണ് ഇടപെടി ഇരിക്കുന്നത്, ഇങ്ങോട്ടാണല്ലോ നോക്കണ്ടത്. മനസ്സിലാവില്ലേ പറഞ്ഞത്? രണ്ടാളല്ലേ നിനക്കുള്ളൂ. ആര്? നിനക്ക് രണ്ടാളല്ലട ഉള്ളൂ ചങ്ങായി. ആര്? പറ, രണ്ടാളല്ലട ഉള്ളൂ. പറ, എന്താ ഇരിക്കണം? പറ ചങ്ങായി, നിനക്ക് രണ്ടാളല്ലട ഉള്ളൂ. ഒരാളെ നിനക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കയ്യോ? ഒരാളെ നിനക്ക് മനസ്സിൽ രൂപപ്പെടുത്താൻ കഴിയില്ല. കഴിയില്ല. നീ എന്ത് രൂപപ്പെടുത്തിയാലും അതവന്റെ രൂപമല്ല. ഇപ്പൊ രണ്ടാമത്തെ ഒരാളുണ്ട്. ആ ആളെ രൂപം ഇവിടെ കണ്ടതാണ്, എഴുതി വെച്ചിട്ടുണ്ട്, 10,000 കണക്കിന് കിതാബിലുണ്ട്. അതിങ്ങനെ കൊണ്ട് അപ്പൊ രണ്ടാമത്തെ ആളെ രൂപപ്പെടുത്തി. അതിന് കഴിയുമല്ലോ. അതിനുണ്ടാക്കിയടാ മൗലൂദ്. ഇത് പഠിച്ചാളാ. നിങ്ങൾ അടുത്ത ആഴ്ച വരുന്നത് എനിക്ക് നിർബന്ധമല്ല. നിങ്ങളല്ലെങ്കിൽ നിങ്ങളൊക്കെ നല്ലൊരു വരും. ഉണ്ട് പറഞ്ഞത് ചിന്തിക്ക്. പൊരയിലൊരു മൗലിദ് നടത്താൻ വേണ്ടി മടിച്ചിറക്കണ്ടല്ല. മൗലിദ് എന്ന് പറഞ്ഞ ചെറിയ സംഗതിയിൽ ഇവിടെ മുന്നിലിരിക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത്. ഞാൻ നിന്നോട് പറഞ്ഞു, ഈ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ മൗലിദ് നിങ്ങൾ വരണം. ഞാൻ അവൻ്റെ വീട്ടിൽ മൗലിദിന് പോയി, നേരെ ഉണ്ടാക്കിപ്പോയി. എന്തുകൊണ്ട്? മൗലിദ് വിളിക്കാണ്, നേരെ നീ പോവും. ഓനെ നാടൻ കച്ചവടക്കാരനാണ്, ഓനെ മൗലിദിനും വിളിക്കാതിരിക്കുക. എനിക്കങ്ങനെയല്ല. മൗലിദ് പോയാൽ ഞാൻ മങ്കൂസ് പൂർത്തിയാക്കി ഓടും. പൂർത്തിയാക്കി ഓതാ അത്രയും മൗലിദ് ഞാൻ കൂടില്ല. ഞാൻ കൂടുതലല്ല. എന്തുകൊണ്ട്? മങ്കൂസിന് ചുരുക്കാൻ പാടില്ല. മങ്കൂസ് എന്നാണ് തന്നെ ചുരുക്കപ്പെട്ടെന്നാ. ഇനിയൊരു ചുരുക്കണ്ടോ? ഈ സ്കൂൾ പുസ്തകത്തിന് ഗൈഡ് ഉണ്ട്, ഇനി ഗൈഡിന് ഗൈഡ് ഉണ്ടോ? മങ്കൂസ് എന്നർത്ഥം എന്താ? മങ്കൂസ് എന്നർത്ഥം എന്താ? നഖസ, മങ്കൂസ് ചുരുക്കപ്പെട്ടത്. ഇനി എന്തില്ല? നീ ചുരുക്കല്ല. ഞാൻ മങ്കൂസ് കൂടിയ ഫുള്ള് ചെല്ലും, വേറൊന്നും ചെല്ലൂല്ല. മങ്കൂസ് തന്നെ, വേറൊന്നും ചെല്ലില്ല, വേറെ ആവശ്യമില്ല. മങ്കൂസ് പൂർത്തിയാക്കില്ലേ മതി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തിനാ മൗലൂദ്? അല്ലാഹ് നിനക്ക് രണ്ടാളല്ലേ ഉള്ളൂ, മൂന്നാമത്തെ ആളുണ്ടോ? ആരാ നിനക്കുള്ളത്? കലിമയിലും അത്രല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാളല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ രണ്ടാളെ ബടുവന്മാരാ. ജിബ്രീലാണെങ്കിലും മീകായിലാണെങ്കിലും രണ്ടാളെ ബടുവന്മാരാ. രണ്ടാളേ ഉള്ളൂ, അല്ലാഹുവും റസൂലും. അപ്പൊ ഇനി രണ്ടാളെയും കൽബിൽ കയറ്റാം. അങ്ങനെയാണ് അവനാൻ്റെ ആളുകളോ കൽബിൽ കയറ്റല്ലോ. എനിക്ക് 2 ഭാര്യമാരുണ്ട്, രണ്ടും എൻ്റെ കൽബിൽ ഒരു രൂപം അറിയാം. ഒരാൾക്ക് 2 ആള്. ഈ 3 ഭാര്യമാർ ഒരാൾക്കുണ്ടായാൽ ഒരു 3 ആളെ രൂപവും അവൻ്റെ കൽബിലുണ്ടാവും. അതാണ് അവരെ സ്നേഹിക്കുന്നത്. അതാണ് ഒരു കൽബി രൂപം ഉണ്ടാകും. ഇതിൽ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളെ രൂപപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ നീ എന്ത് ചെയ്യുക? മറ്റേ ആൾ നിന്റെ കൽബിൽ സദാ നിറഞ്ഞിക്കുക. അതെന്നെ ഈമാൻ, അതെന്നെ ഇസ്ലാം. ആ കൽബിൽ നിറഞ്ഞു നിൽക്കണോനോട് പറഞ്ഞതാണ് അത്തഴിയാത്ത്. അത് നിൽക്കാത്തോനും ചെല്ലാന്നേ ഉള്ളൂ. ഇരുന്നില്ല. അസ്സലാമു അലൈക അയ്യുഹ നബി. നബിയോടെ നിന്റെ കൽബിൽ സദാ ആരുണ്ട്? അള്ളാഹു റസൂലുണ്ടാണ്. ഇനി അള്ളാഹിനെ നിനക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ, രൂപപ്പെടുത്താൻ കഴിയില്ല. രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പൊ അസ്സലാമു അലൈക ഇവിടുന്ന് എന്റെ കൽബിലേക്ക് ദൂരല്ല. ഈ അസ്സലാമു അലൈക ഉണ്ടായത് ഇവിടെ തന്നെയാണ്, അത് പറഞ്ഞു ഇവിടെ തന്നെയാണ്. ഇന്നൽ കലാമല്ല ഫിൽ ഫുആദി. ഇന്ന സംസാരം ഉണ്ടായത് ഇവിടുന്നല്ല, സംസാരം ഉണ്ടായത് ഇവിടെയാണ്. രൂപം ഇവിടെ തന്നെയാണ്. അപ്പൊ നബി ഇവിടെയാണ്, പറഞ്ഞു ഇവിടെ തന്നെയാണ്. ഇതിന് വേണ്ടിയാണ് എന്ത് പറയട കുട്ടി? എന്ത് മൗലിദടയങ്ങായി? അല്ലാതെ മൗലിദ് ഉണ്ടാക്കാൻ എന്താ? നമ്മൾ കുറച്ച് ആളുകൾ ചോറുന്ന, ബാക്കിയുള്ള അക്കൊല്ലത്തെ നേർച്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ കമ്മിറ്റിക്കാരൊക്കെ കൂടി വരിയിട്ട് പോവുക. അതുണ്ടാക്കിയ മൗലൂദ്. മൂല്യമാർക്കൊക്കെ മദ്രസ മാലിന്യങ്ങൾക്കൊക്കെ ഒരു 5000 ഉറുപ്പ്യ കൊടുക്കുക, ബാക്കി കുറച്ച് പൈസ ഉണ്ടായി. അതിനുണ്ടാക്കിയാൽ മൗലൂദ്. എല്ലാവർക്കും ഒരു 1000 ഉറുപ്പ്യ കൊടുക്കുക, അതിനുണ്ടാക്കിയ മൗലൂദ്. മൗലൂദ് തന്നെ കൽബിൽ കയറിയാൽ മൗലൂദ് ഉണ്ടാക്കിയതിന് പൈസ അങ്ങോട്ട് കൊടുക്കും. മൗലൂദ് നമ്മളെ കൽബിൽ കയറാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പൈസ വാങ്ങി. മൗലൂദ് വിളിച്ചതിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും. എന്തുകൊണ്ട്? എൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? തലക്ക് കൊടുക്കടച്ചങ്ങായി. നിനക്ക് 2 ആളേ ഉള്ളൂ. ഒരാളെ രൂപപ്പെടുത്തിച്ച് കഫറോ, അള്ളാഹിനെ രൂപപ്പെടുത്തിച്ച് കഫറോ. നിന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടതല്ല അതൊന്നും. അള്ളാഹു അതുപോലെയല്ല. എന്ത് രൂപപ്പെടുത്തിയാലും ആരല്ല. പടം രൂപപ്പെടുത്താം. എന്താ വാസന!
എന്താ വഖാർ, മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ എന്തോ ഒരു ഹൈബത്താണ്. زج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار. ഹബീബായ റസൂലുള്ളാഹി നെഞ്ച് മുതൽ പുക്കൾ വരെ നീണ്ടു കിടക്കുന്ന രോമം പോലും ഒരു മുഅ്മിനും അറിയും. അങ്ങനെ ഒരു നൂല് പോലെ എന്തുണ്ടായിരുന്നു? രോമം ഉണ്ടായിരുന്നു. ആ രോമം ഒരു പക്ഷെ സ്വഹാബികൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അത് കണ്ടോര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ കൽബിലുണ്ട്, പച്ചക്ക് കണ്ടിട്ടുണ്ടാവില്ല. ആയിഷബി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് സിദ്ദീഖിനെ അറിയും, എനിക്കറിയും, നിനക്കറിയും. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു നൂല് പോലെ ഒരു രോമം ഉണ്ടായിരുന്നു, നമുക്കറിയും. പിന്നെ ഇവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു, നമുക്കറിയും. മനസ്സിലായോ? അതൊരൊറ്റ മനുഷ്യനായിരുന്നു. അറിയോ? അറിയില്ലേ? അന്നൊരു ഫോട്ടല്ല, ഒരു ചിത്രമല്ല. ഏതെങ്കിലും ഒരാൾ ചിത്രം വരച്ചാൽ മുസ്ലിം ലോകം അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ലേ? പക്ഷെ എന്തേ നമ്മളെ പുണ്യപ്പൂമാന്റെ ചിത്രം കടലാസിലല്ല, അത് ലോകത്തെ സകല മുഅ്മിനിന്റെയും ഹൃദയത്തിലാ. പെണ്ണുങ്ങൾ കൽബിലുണ്ട് നോക്കുക, പെണ്ണുങ്ങൾ കൽബിലുണ്ട് എന്ന് വെച്ചാൽ അവള് സ്കൂൾ പൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? അമ്മായിമ്മ പറഞ്ഞു, കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, ജോന്റെ അടുത്ത് ഒന്ന് പോയിക്കോ. അപ്പൊ എന്തേന് മാർച്ചിലെ പരീക്ഷയും കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ ഭാര്യ അങ്ങോട്ട് പോയി. അപ്പോൾ എയർപോർട്ടിൽ തലേന്ന് തന്നെ വന്ന് കാത്തിരിക്കും. പിറ്റേന്ന് ഉറക്കം വരില്ല. 6:30 മണിക്കാണ് ഭാര്യ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുക. 7 മണിക്ക് ലഗേജ് എടുത്ത് പുറത്തു വരും. അപ്പൊ എന്തായി? ഉറങ്ങിയില്ല. എന്തുകൊണ്ട്? ഞാൻ ഉറങ്ങിപ്പോയാലോ. അങ്ങനെ ഓള് 7 മണിക്ക് അവിടെ നിന്ന് കുടുങ്ങിയിട്ട് ഓളെ വേറെ ഏതെങ്കിലും അറബികൾ കൈപിടിച്ച് കൊണ്ടുപോയാലോ. ഞാൻ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പാഞ്ഞെല്ലുമ്പോഴത്തേന് ഓള് പോയാലോ. പിന്നെ അലാറം ക്ലോക്ക് വേറെ വാങ്ങി വെക്കും, മൊബൈലും അലാറം വെക്കും, ഒരു ചങ്ങായിനെ ഒപ്പം കൂട്ടും ചെയ്യും. ഞാൻ ആ എയർപോർട്ടിൽ കിടന്ന ഉറങ്ങിയാലോ, നീ ഓള് വന്നാട് കാണാമെന്നാലോ. ആളിറങ്ങി വരുന്നിടത്തും ഈ ഇതിന്റെ കയ്യായന്റെ ഇടയിൽ നിന്ന് നോക്കുന്നിടത്ത് ഇവിടെയൊക്കെ മെരുക് പായും പോലെ പായും. എന്തുകൊണ്ട്? ഇവന്റെ കൽബിൽ ആരുണ്ട്? ഓളുണ്ട്. അതേ സമയത്ത് അവൻ അവിടെ വേറെ കാമുകിയാക്കിയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കി. അപ്പൊ ഓള് വിളിച്ചു പറഞ്ഞു, ഞാൻ ഏതായാലും അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതോടുകൂടെ ഓന് ബേജാറോ. ഇനിയിപ്പോ എന്താ പറയാ? മനസ്സിലായില്ലേ? അപ്പോൾ ഓൻ എയർപോർട്ടിക്ക് നേരത്തിന് എത്തൂല. ഏതെങ്കിലും അറബിനെ പോയിക്കോട്ടെ. അത് വേണമെങ്കിൽ പത്രത്തിലൊരു വാർത്തയും കൊടുക്കാം, നാലിനെ കുഞ്ഞാർമുട്ടിന്റെ ഭാര്യയെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ എന്നെയോ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ്. ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിലോ അളിയന്മാർ ചോദിച്ചാൽ ഞാൻ പിറ്റേന്ന് പരസ്യം കൊടുത്തല്ലോ. എന്തേ? കാമുകി വേറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നിസ്കാരത്തിനും ഈ നോമ്പിന്റെ ബത്തക്കയിലും വെട്ടിച്ച് ഇങ്ങനെ കൂടിക്കോളി. ബത്തക്ക വിടണ്ട, അങ്ങനെ കൂടിക്കോളി. ബത്തക്കമ്മ കൂടിക്കോളിയുടെ ചങ്ങായിമാരെ. നെബിനെ കണ്ട് ഒഴിവാക്കിയിട്ട് ബത്തക്ക ഇങ്ങനെ കുഴച്ചോളി. എന്നിട്ട് എവിടെ എത്തും നമുക്കൊന്ന് കാണാലോ. ഏതായാലും നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ അവിടെ. അവിടെ നമുക്ക് കാണാം. ബാത്തമ്മക്കമ്മ കൂടിയവർക്ക് സ്വർഗം കിട്ടൂല എന്നല്ല, അത് അവസാനം കിട്ടിയും കിട്ടും. അള്ളാന്റെ സ്വർഗം മുഹമ്മദ് മുസ്തഫാക്കാണ്. സ്വർഗം പഠിച്ചത് മുഹമ്മദ് മുസ്തഫാക്കാണ്. സ്വർഗത്തിലെ ഓരോ സാധനത്തിന്മേലും എഴുതി വെച്ച പേര് മുഹമ്മദ് എന്നാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആദം നബി പറഞ്ഞത്, റസൂലുള്ളാഹി എടുത്തു പറഞ്ഞത് 100 കണക്കിന് ഇമാമികൾ ആവർത്തിച്ചിട്ടുണ്ട്. എത്ര ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം, ഇമാം സുയൂത്തി ഇവരൊക്കെ പറയുന്നുണ്ട് ആദം നബി എന്ത് പറഞ്ഞു എന്ന് റസൂൽ എടുത്തു പറഞ്ഞു. എന്ത്? അള്ളാഹുവിനെ സ്വർഗത്തിലാക്കിയപ്പോൾ ഏത് സാധനത്തിന്മേലും എന്താ കണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ നിന്റെ പേരിലേക്ക് ചേർത്ത് വെച്ച പേരാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്ന് ഞാൻ മനസ്സിലാക്കി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് പാട്ട് പാടി ഹബീബാ റസൂലുള്ളാഹിന്റെ മുന്നിൽ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു ഫിൽ ഖംസിൽ മുഅദ്ദിനി അഷ്ഹദു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലേക്ക് അള്ളാഹു തആല ഒരു പേരെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി നബി തന്നെ, പക്ഷെ ബാങ്കിലില്ല. അതിന് നബി തന്നെ, പക്ഷെ ബാങ്കിലില്ല. ബാങ്കിലുള്ള പേരുള്ളൂ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന
മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു പേരേ ഉള്ളൂ, ആ പേരിനാ സ്വർഗം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എത്രയോ ഇമാമിങ്ങൾ പറഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന നീ ചൊവ്വായ മാർക്കത്തിൽ തീർക്കണമേ. അസ്സിറാത്തുൽ മുസ്തഖീം ഹുവ മുഹമ്മദുൻ എന്ന ഹസൻ ബസരി സയ്യിദു താബിഈന. അവരുടെ വ്യാഖ്യാനം സിറാത്തുൽ മുസ്തഖീമിൽ ചേരുകയാണ്. ആരിൽ ചേരുക? റസൂലുള്ളാഹിൽ ചേരുക. അങ്ങനെ അസ്സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് ഒരുപാട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന നബി കൊണ്ടുവന്ന മാർഗം എന്നത് രണ്ടാം വ്യാഖ്യാനം. ഒന്നാം വ്യാഖ്യാനം സിറാത്തുൽ മുസ്തഖീം എന്ന ആരാ? നബിയ. നീ നബിയിലേക്ക് കയറിയാൽ നീ എന്തിലെത്തി? സിറാത്തുൽ മുസ്തഖീം. എനിക്ക് ഖിയാമത്ത് നാൾ എന്നാണെന്നറിയണം. എൻ്റെ ഒരുക്കിച്ചു. ഞാൻ ഒന്നും നിസ്കാരമില്ല, നോമ്പുമില്ല. പിന്നെ എൻ്റെ ഇനി ഒലാക്കിനി വഹബുല്ലാഹു റസൂലഹു. അത് പറഞ്ഞ കാര്യമല്ല. വണ്ടി വിട്ട് കുറച്ച് നിസ്കരിക്കാൻ നോക്കുന്ന നബി പറഞ്ഞു. അന്ത മഹ്മൻ അഹ്ബബ്ത അൽ മർഉ മൻ അഹബ്ബ. ഒരാൾ ആരെ പ്രേമിച്ചു അവരെ കൂടെ ഉണ്ടാവും. പ്രേമിക്കണം. ആരെ? ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ് ഇത്. സഹലിന്റെ തഫ്സീറാണ് റളിയല്ലാഹു അൻഹു. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. ഏതാ സൂറത്ത്? ഒന്ന് എടുത്ത് നോക്കാം മോനെ, കേൾക്ക്. وإن تعدوا نعمة الله لا تحصوها وإن تعدوا نعمة الله لا تحصوها. إبراهيم نهل أوكي. وإن تعدوا نعمة الله لا تحصوها. നല്ല ഉഷാറിലാണെങ്കിൽ പറയുന്നു. നല്ല ഉഷാറിൽ അള്ളൊന്ന് പറയും, നമ്മൾ വേറൊന്ന് പറയും. അങ്ങനത്തെ ആയത്തത് നമ്മൾ എന്താ അതിന് വായനക്കല്? അള്ളാന്റെ നിഅമത്തുകൾ എണ്ണിയാ തീരൂല. നിഅമത്തുകൾ നല്ല പറഞ്ഞോ? നിഅമത്തുകൾ എന്ന് പറയാൻ അള്ളാഹ്ക്കൊരു അറഫും കൂടി ഒഴിവാക്കിക്കൂടെ? എങ്ങനെ? അള്ളൊന്ന് പറയും, നമ്മൾ വേറൊന്ന് പറയും. നമ്മൾ അർത്ഥം വെക്കണ കോലത്തിലാണെങ്കിൽ അള്ള പറയേണ്ടത് എങ്ങനെ? ഞങ്ങളെ അപ്പൊ എന്തൊഴിവാക്കാം? ഒഴിവാക്കാം. ഒരു ഹർഫ് കുറക്കേണ്ടടുത്ത് കുറച്ചിട്ടുണ്ടല്ലോ ഖുർആൻ. ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അതേതാ? ഖുർആൻ. കുട്ടിയപ്പോൾ ഒരു ഹർഫ് കൂട്ടി. ആ ഹർഫ് കൂട്ടിയപ്പോൾ എന്തായി? എണ്ണം കുറഞ്ഞു. അള്ളാഹുവിന്റെ ഒരു നിഅമത്തിനെ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയൂലാണ്. നമ്മളിന്ന് മൂല്യന്മാരിങ്ങനെ കണ്ണും തലയും വീർപ്പിച്ചാണ്ട് ഭയന്നറിയുന്നനുസരിച്ചാണെങ്കിൽ അള്ളാഹ്ക്കൊരു അർഫ് ഓർക്കാലോ. അള്ള എന്ന് പറയും, മൂല്യന്മാര് വേറെന്ന് പറയും. സ്ഥലത്തുണ്ട നല്ല പിടിച്ചിരുന്നോളി, വീണുകൊണ്ട എല്ലാരും പറയാം എത്രയാണ് എണ്ണയാ തീരോ? അങ്ങനെ അള്ള പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അള്ള പറയേണ്ടത് ഒരനുഗ്രഹം. നിഅമ് പറ കുട്ടി. നിഅമത്ത് ഒരനുഗ്രഹം. നിഅമ് അനുഗ്രഹങ്ങൾ. അപ്പൊ അള്ളാഹു തആലാന്റെ അനുഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ വായന വെക്കാറുള്ളത്. അതിനാണെങ്കിൽ അള്ളാഹു തആലക്ക് എന്താ പറയേണ്ടത്? വഇൻ തഅദു നിഅമല്ലാഹി ലാ തുസ്വാ. ഇവിടെ ഒരു അറുപ്പ് കൂട്ടിയില്ലേ? അപ്പൊ ഒരു നിഅമത്തിൽ ഇവിടെ പറഞ്ഞോളൂ. ഈ ആയത്തിൽ പറഞ്ഞ നിഅമത്ത് മുഹമ്മദ് നബിയാണ്. എത്ര ഇമാമിങ്ങൾ പറഞ്ഞാൽ ഒരു നിഅമത്താകുന്ന അന്നിഅമത്തുൽ കുബ്ര എന്ന പേരിൽ കിതാബുണ്ട്. ഏറ്റവും വലിയ നിഅമത്ത്. ആ ഏറ്റവും വലിയ നിഅമത്തിനെ അള്ളാഹ് ഇവിടെ ചർച്ച ചെയ്തത് അന്നിഅമത്തുൽ കുബ്ര എന്ന ഒരു കിതാബുണ്ട് ഇബ്നു ഹജർ തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. നിഅമത്തുൽ കുബ്ര, അതാണ് ഈ നിഅമത്ത്. അതേതാ? ഒറ്റ നിഅമത്ത്, വലിയ നിഅമത്ത്. അതേതാ? മുഹമ്മദ്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്, ഇവിടെ ഏതാ സൂറത്ത്? അധ്യായത്തിന് 18. എഴുതിയേക്കണേ. എടുത്തു നോക്കണം. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ആയത്ത് എടുത്തു നോക്കണം. അള്ളാഹുവിന്റെ ഒരു നിഅമത്ത്. ഇതാണ് ഒരു വ്യാഖ്യാനം. ഇതാണ് പ്രധാനപ്പെട്ട വ്യാഖ്യാനം. സഹീലുള്ള വ്യാഖ്യാനം അതാണ്. അള്ളാഹുവിന്റെ നിഅമത്ത് നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാം. ആ നിഅമത്ത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ നേട്ടങ്ങൾ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാം. അത് അസ്സഫീറു മിനല്ലാഹിൽ അഅ്ലാ ബൈനി വബൈനഹു വബൈനക്കും. നിങ്ങളുടെയും അവന്റെയും ഇടയിൽ ഒരു അംബാസഡർ നിർത്തി തന്നതാണ്. സുബ്ഹാനല്ലാഹ്. സഫീർ എന്നാൽ
അംബാസഡർ. മനസ്സിലായില്ല? സഫീർ എന്നാൽ അംബാസഡർ. എന്താ ഈ ആയത്തിന് വ്യാഖ്യാനം പറയാണ്, ആ നിഅമത്ത് എന്നാൽ അംബാസഡറെ നിർത്തി തന്നു, ഫീമാ ബൈനക്കും നിങ്ങൾക്കും, വബൈനഹു പറയും അവന്റെയും ഇടയിൽ അല്ലാഹു തആല എന്ത് ചെയ്തു? അപ്പൊ നിങ്ങളുടെ ഇടയിൽ ബന്ധം അല്ലാഹു നിലനിർത്തി. അവിടെ ഉണ്ടായാലേ നിങ്ങളെ ബന്ധം നിലനിൽക്കുള്ളൂ. അപ്പൊ അമേരിക്കയുടെ അംബാസഡറെ ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പിന്നെ നയതന്ത്ര ബന്ധങ്ങൾ പറ കുട്ടി പറ ഇല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? പിന്നെ നയതന്ത്ര ബന്ധങ്ങളില്ല. നയതന്ത്ര ബന്ധം ഉണ്ടാകണമെങ്കിൽ ആര് നിലനിൽക്കണം? അംബാസഡർ നിലനിൽക്കണം. അപ്പൊ നിങ്ങളും അള്ളയും തമ്മിൽ ബന്ധം ഉണ്ടാണെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ, അംബാസഡറായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണം. അംബാസഡർക്ക് ആരോട് ബന്ധമുണ്ട്? അള്ളാഹുവോട്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നേട്ടം എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അത് പല സ്ഥലത്തുണ്ട് ഈ ആയത്ത്. ഹിജ്റിൽ നിന്നാണ് ഈ ആയത്തിന് വ്യാഖ്യാനം പറയുന്നത്. അംബാസഡറെ നിർത്തി തന്നു, ഫീമാ ബൈനക്കും നിങ്ങളുടെയും, മേലെയായ അവന്റെയും ഇടയിൽ, നിർത്തി തന്നതും, വൽവാസിത്തത്തുൽ കുബറ ഏറ്റവും വലിയ മധ്യവർത്തിയെ സ്ഥാപിച്ചതും. ഏതാണ് ഏറ്റവും വലിയ മധ്യവർത്തി? മുഹമ്മദ് മുസ്തഫ അംബാസഡറുമാണ് ഏറ്റവും വലിയ മധ്യവർത്തി. അതാണ് അള്ളാഹുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്. അത് എണ്ണി കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു നിയമത്തെ ഇവിടെ പറഞ്ഞോളൂ, മറ്റേ പറഞ്ഞിട്ടല്ല. പൂളി വായിക്കുന്നതിൽ എണ്ണണ്ട, നാസ്തിയും ഉച്ചച്ചോറും എണ്ണണ്ട, ഇത് മന്തിയും മുന്തി ഇതിൽ എണ്ണണ്ട, ഇത് ബിരിയാണി ബ്രോസ്റ്റും ഇതിൽ എണ്ണണ്ട ചങ്ങായി. ഇത് ബ്രോസ്റ്റിനെ പറ്റി പറഞ്ഞ ആയത്തല്ല. നമ്മൾ ബ്രോസ്റ്റ് തിന്ന് മുണിങ്ങിയിട്ട് കയ്യും കറങ്ങി എറിഞ്ഞാണെങ്കിൽ അത്യാവശ്യം ഒരു നിസ്കാരം നോമ്പൊക്കെ ഉള്ളവൻ എന്ത് പറയും? അള്ളാന്റെ നിയമത്തെ എണ്ണി കണക്കാക്കാൻ കഴിയൂല. രാവിലെ പോയി ചായ, പിന്നെ 10 മണിയാകുമ്പോൾ ചായയും കാട്ടിയും, പിന്നെ ഉച്ചക്ക് ചോറും കരിമീനും, പിന്നെ 4 മണിക്കൊരു പള്ളർച്ച ചായയും കാട്ടിയും, പിന്നെ ഇപ്പോൾ ഒരു ബ്രോസ്റ്റും. എന്തൊക്കെയാണ് അത്? നമ്മളെ ചെലവിലും അല്ല, ഞമ്മക്ക് ഇങ്ങനെ തലയിൽ കെട്ടി ഇറങ്ങിയാൽ മതി. നാട്ടുകാർ ഇങ്ങനെ വാങ്ങിത്തരല്ലേ എന്നെ പൊളിച്ചെടുക്ക്. അപ്പൊ നമ്മളെ പൈസ ഇല്ല, മറ്റവരുടെ പൈസയാണ്. ഇതെങ്കിലും ഞാൻ കൊടുക്കട്ടെ എന്നാണ് അവസാനം കാൽ ചായ കുടിച്ചപ്പോ അത് പറഞ്ഞു, വേണ്ട ഉസ്താദ്. അവസാനം ഇറങ്ങിയാട് അങ്ങാടി എത്തിയപ്പോ ഞാൻ കാൽ ചായ കുടിക്കാൻ ചേച്ചി അവനോട് ചായ ചായ വേണ്ട, പൈസ വേണ്ട ഉസ്താദ്. അപ്പൊ അന്നൊരു പൈസയും കൊടുക്കാൻ തൗഫീഖ് ഉണ്ടായില്ല. അപ്പൊ പെണ്ണുങ്ങളോട് പറയും, അല്ല ഞമ്മക്കൊക്കെ ചെന്നേമത്തെ നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയൂലടി. അല്ല പറഞ്ഞില്ലേ, എന്റെ പോന്തായി കാക്ക. ഇതല്ല ഇവിടെ പറഞ്ഞതല്ല, അല്ല പറഞ്ഞത് പൂളിയും ബാക്കിയല്ല. അള്ളാന്റെ നാമത്തിൽ പറയണം, നിന്റെയും അള്ളാന്റെയും ഇടയിൽ അള്ളാഹു ഒരു അംബാസഡറെ നിർത്തി അയാളെ ഏറ്റവും വലിയ മധ്യവർത്തിയാക്കി. നിനക്ക് ആരോട് ബന്ധം? ആ മധ്യവർത്തിക്കാരോട് ബന്ധം അള്ളാഹോട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഞാനല്ല. ഇത് സഹലിന്റെ വ്യാഖ്യാനം. സഹലിന്റെ വ്യാഖ്യാനം. സഹൽ ഇബ്നു അബ്ദില്ലാ എന്ന ലോകം കണ്ട മഹാന്മാരുടെ നേതാവാണ് സഹൽ. ഞാൻ പറഞ്ഞിട്ടില്ലേ, സഹൽ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആളാണ്. പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലും ആരിഫീങ്ങളിലും മുഫസ്സിരീങ്ങളിലും അത്രയും വലിയ മഹാനാണ് ആര്? സഹൽ ഇബ്നു അബ്ദില്ലാ. അവരെ വ്യാഖ്യാനം, അവരെ ചെറിയ ആയത്തുകൾക്ക് മാത്രം അവരെ വ്യാഖ്യാനം. അതിൽപ്പെട്ട ആയത്തത് മനസ്സിലായില്ലേ? അതായത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ബാക്കി അടുത്ത ക്ലാസ് പറയും. അതുകൊണ്ട് സന്തോഷിക്ക്. റസൂലുള്ളാഹിന്റെ മനസ്സിലായില്ലേ? റസൂലുള്ളാഹി നാളെയാണ് മറ്റന്നാളാണ് ജനിച്ചത്. മറ്റന്നാളാണോ ഖുർആൻ ഇറങ്ങിയെന്ന് ചോദിക്കാറ്. തുർക്കത്തിൽ ഇപ്പം ഖുർആൻ ഇറങ്ങി, ഖുർആൻ എന്ന് ഇറങ്ങി കഴിഞ്ഞില്ലേ? അത് ഓർമ്മയാണ്, ഇത് ഓർമ്മയാണ്. ഇബ്രാഹിം നബി ആടിനെ ഇറത്തു. അന്ന് നമ്മളാരും ഇല്ല. അതിൻ്റെ ഒരു കഷ്ണം ഇറച്ചി നമുക്ക് കിട്ടിയില്ല. ഇബ്രാഹിം നബി പൈസയും കൊടുത്തിട്ടില്ല. നമുക്ക് പൈസയും കൊടുക്കണം. എന്നിട്ടോ വലിയ ഉദയത്തോട്ടാവൂല, ഇത്തിബായിന്റെ ഉദയത്തെ ആവുള്ളൂ. മനസ്സിലായില്ലേ? എന്താ അതൊരു ഓർമ്മയാണ്. നമ്മൾ ഉദയത്തെടുക്കണ എന്താ? ഇബ്രാഹിം നബിയുടെ ഉദയത്തിന്റെ പറ കുട്ടി. നമ്മൾ കുട്ടികളെ ആൺകുട്ടികളെ ചേലാകർമ്മം ചെയ്യും. എന്താണത്? ഇബ്രാഹിം നബി ചേലാകർമ്മം ചെയ്യുന്നതിന്റെ പറങ്ങായി ഓർമ്മ. അത് ഓർമ്മയാണ്. അതൊക്കെ ഓർമ്മയാണ്. എല്ലാം ഓർമ്മയാണ്. ഓർമ്മക്കവില്ല. നമ്മൾ സഫ മർവന്റെ അടിയിൽ ഓടും. അതെന്ത്? ഹാജറ ബീവി ഓടിയതിന്റെ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഓടിയതിന്റെ ഓർമ്മയാണ്. ഒക്കെ ഓർമ്മയാണ്. നമ്മൾ ലൈലത്തുൽ ഖദ്ർ വലിയ അത്ഭുതമാണ്. പള്ളിയൊക്കെ ലൈലത്തുൽ ഖദ്ർ പോകും. എന്ത്? അത് ഖുർആൻ ഇറങ്ങിയതിന്റെ ഓർമ്മയാണ്. ഖുർആൻ അപ്പുറം ഇറങ്ങല്ലേ, എന്നോ ഇറങ്ങി കഴിഞ്ഞതാണ്. എന്നതുപോലെയാ ഇത് മുസ്തഫ റസൂലുള്ളാഹിയുടെ ഓർമ്മയാണ്. അത് ഈമാന്റെ ബുക്ക് തന്നെ തരണം. ഈമാന്റെ ബുക്ക് അബ്കാത്തിൽ നിന്റെ ഹൃദയത്തിലാണ്, അല്ലാതെ ബുക്ക് മറിച്ചിട്ട് കാര്യമില്ല. വിടേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
حسبي ربي جل الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله إلى حضرة سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. الفاتحة.